IVF, സറഗസി, ഗർഭചിത്രം തുടങ്ങി ഗർഭധാരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകൻ ആകാശ് സത്യാനന്ദൻ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് റൂബി ബാബു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സന്തോഷകരമായൊരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കട്ടെ. വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ലോകവ്യാപകമായ ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. WHO കണക്കുകൾ പ്രകാരം തന്നെ 6-ൽ ഒരാൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് IVF, സറോഗസി മുതലായ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്ക് പ്രാധാന്യമേറുന്നത്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ എത്തിയിരിക്കുന്നത് കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകനായ ആകാശ് സത്യാനന്ദനാണ്. സ്വാഗതം സർ. നമുക്ക് ഈ ഒരു ടെർമിനോളജിയെ പറ്റി ഒന്ന് ബേസിക് നോളജ് കൊടുത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമായി വന്ന സമയത്ത് മെഡിക്കലി ഇതെങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഡോക്ടർമാരുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ജനിച്ചത്. മുമ്പ് തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി ഗർഭധാരണ നടത്താൻ ഉള്ള ശ്രമങ്ങൾ മുമ്പുണ്ടായിരുന്നു. 2021 ആയപ്പോഴാണ് പുതിയതായിട്ട് 2 നിയമങ്ങൾ ഇന്ത്യയിൽ വന്നത്. ഒന്ന് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി റെഗുലേഷൻ ആക്റ്റും രണ്ടാമതായിട്ട് സറോഗസി റെഗുലേഷൻ ആക്റ്റും. അപ്പം അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി റെഗുലേഷൻ ആക്ട് എന്ന് പറയുമ്പോൾ സാങ്കേതികമായ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഗർഭധാരണം നടത്തുക. ഉദാഹരണത്തിന് മറ്റേ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് നമ്മൾ യൂഷ്വലി പറയുന്ന ഒരു കാര്യം, അല്ല എങ്കിൽ IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഈ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു IVF പ്രൊസീജിയർ. അപ്പം ഈ 2 ബാഹ്യമായ ഇടപെടലോടുകൂടി അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി പ്രഗ്നൻസി ബെയർ ചെയ്യാൻ പറ്റുമെന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ പ്രഗ്നൻസിയിലേക്ക് എത്താൻ സാധിക്കുന്ന 2 പ്രൊസീജിയേഴ്സ് ആയിരുന്നു. അപ്പം ഇതിനെ 2നെയും റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി റെഗുലേഷൻ ആക്റ്റാണ്. മറ്റ് ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്ത്രീക്ക് കൺസീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഗർഭധാരണം നടത്താൻ സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ മറ്റൊരു സ്ത്രീയുടെ സഹായത്തോടു കൂടി ഗർഭധാരണം അവർ നടത്തി കുഞ്ഞിനെ ഇവർക്ക് കൈമാറുന്ന ഒരു പ്രൊസീജിയർ, അതാണ് സറോഗസി വരുന്നത്. സറോഗസി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ മലയാളം പൊതുവെ ഉപയോഗിക്കുന്നത് വാടക ഗർഭപാത്രം എന്നാണ്. എന്നാൽ ഇപ്പോൾ ഈ 2021 നിയമത്തോടുകൂടി വാടക എന്ന് പറയുന്ന അതിനകത്തൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞിട്ടാണ് പുതിയ നിയമം വന്നിട്ടുള്ളത്. എന്തായാലും നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. നമസ്കാരം, എൻ്റെ പേര് സുജാന. നമസ്കാരം സുജ, കേൾക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ 46 ഏജ് ഉണ്ട്. എന്റെ ഹസ്ബൻഡിന് 55. അപ്പൊ ഞങ്ങളൊരു 2-3 തവണ IVF ട്രൈ ചെയ്തു, പക്ഷെ ഫെയിലായി പോയി. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നിയമപരമായിട്ട് മെയിലിൽ 25 ഏജ് കഴിയാൻ പാടില്ല എന്നൊരു റൂൾ ഉണ്ടെന്ന് കേട്ടു. അപ്പം കോർട്ട് ഓർഡർ മേടിച്ചു കഴിഞ്ഞാൽ 55 വയസ്സ് കഴിഞ്ഞാലും ഇത് ചെയ്യാം എന്ന് കേട്ടു. ഈ 2021 വന്ന അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി റെഗുലേഷൻ ആക്ട്, അതിൽ സെക്ഷൻ 21G ആണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഏറ്റവും മാക്സിമം ചെയ്യാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്ന ഏജ് പറയുന്നത്. അപ്പോൾ അതിൽ സ്ത്രീകളുടേത് മാക്സിമം, അതായത് 50 വയസ്സിൽ താഴെ ആയിരിക്കണമെന്നുള്ളതാണ്. പുരുഷന്മാരുടെ കാര്യത്തിൽ 55 വയസ്സിൽ താഴെ ആയിരിക്കണമെന്ന്. സുജ 46 ഇയേഴ്സേ ഉള്ളൂ, പക്ഷേ ഹസ്ബൻഡിൻ്റെ ഏജ് 55 ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റിന് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ അതിനകത്ത് നിയമവശം. ഹൈക്കോടതിയിൽ ഒരുപാട് കേസുകൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ 2021 നിയമം വന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റിലുണ്ടായിരുന്ന ആളുകൾക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള അനുമതി കോടതി നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി, അതിന് മേൽ കേന്ദ്ര സർക്കാരിൻ്റെ അപ്പീലൊക്കെ വന്ന് തൽക്കാലം അങ്ങനെ ഒരു ഓർഡർ ഇനി കിട്ടാനുള്ള സാധ്യതയില്ല. മിസ്സസ് സുജയുടെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ജനറിക്കായിട്ട് പറയാം, ഇപ്പോൾ ഒരു 50 വയസ്സിൽ താഴെയുള്ളൊരു സ്ത്രീയാണ്, പക്ഷേ അവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, പുരുഷന്മാരുടെ വന്ധ്യതാ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡോണർ സ്പേം വെച്ചിട്ട് ഒരു മാരീഡ് സ്ത്രീയൊക്കെ ആണെങ്കിലും ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള അനുമതി കിട്ടും. അതാണ് കോടതിയിലുള്ള ഇപ്പോഴത്തെ അക്സെപ്റ്റഡ് പൊസിഷൻ. അതാണെങ്കിൽ ഇപ്പോൾ നിയമപരമായിട്ട് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നത്. കോർട്ട് ഓർഡർ കിട്ടാൻ എവിടുന്നെങ്കിലും ഇതുപോലുള്ള നിയമപരമായുള്ള സഹായങ്ങളാണ് തേടാവുന്നത്, അല്ലേ സർ? ഹൈക്കോടതിയിലുള്ള ഒരു അഭിഭാഷകനെ നിങ്ങളെ സഹായിക്കാൻ പറ്റും.
ഓക്കെ, താങ്ക് യു. ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആർക്കൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും, മിനിമം ആൻഡ് മാക്സിമം ഏജ് ലിമിറ്റ്, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ആർക്കൊക്കെ ഇത് ചെയ്യാം എന്നൊക്കെ ഒന്ന് പറയാം. ഓക്കെ, ഈ നിയമം വരുന്നതിന് മുമ്പായിട്ട് ICMRൻ്റെ ഗൈഡ് ലൈൻസാണ് ഉണ്ടായിരുന്നത്. അത് പ്രകാരം വിവാഹം കഴിഞ്ഞ് 1 വർഷമെങ്കിലും കുട്ടികളുണ്ടാകാത്ത ആളുകൾ, പ്രൈമറി ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സെക്കൻഡറി എന്തെങ്കിലും ഇൻഫെർട്ടിലിറ്റി ഉള്ള ആളുകൾക്കായിരുന്നു ഈ സാങ്കേതിക സഹായം തേടാൻ പറ്റുന്നത്. ഇന്നിപ്പോൾ അങ്ങനൊരു റെസ്ട്രിക്ഷൻ പോലും ഇല്ല. 21 വയസ്സ് കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ആനുകൂല്യം നേടാവുന്നതാണ്. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി റെഗുലേഷൻ ആക്ടിനെ പറ്റിയിട്ടാണ്. സിംഗിൾ മദേഴ്സിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിൽ? ആക്ട് പ്രകാരം വളരെ ക്ലിയറാണ്. സിംഗിൾ വുമണിനും മാരീഡ് ആയിട്ടുള്ള കപ്പിളിനും ഒരേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കാൻ പറ്റും. സിംഗിൾ വുമൺ ആകുമ്പോഴത്തേക്ക് ഡോണർ സ്പേം ആയിരിക്കും. നിയമപരമായ അവകാശങ്ങൾ കുട്ടികളുടെ, അതിനൊന്നും ഇതിൽ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ നടക്കുന്ന ഒരു ചെറിയൊരു പ്രൊസീജിയറാണ്. ഒരു മറ്റുള്ള ഏതെങ്കിലും ഒരു സർജറി നമ്മൾ കഴിയുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മെഡിക്കൽ പ്രൊസീജിയർ കഴിയുന്നത് പോലെയേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഒരു നോർമൽ, ഈ ദമ്പതികൾക്ക് ജനിച്ചൊരു കുഞ്ഞ് അല്ലെങ്കിൽ സിംഗിൾ മദറിന് ജനിച്ചൊരു കുഞ്ഞ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് സറോഗസിയിൽ വരുമ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞല്ലോ, 2021 വരെ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്ന കാര്യമായിട്ടുള്ള നിയമങ്ങളൊന്നുമില്ലായിരുന്നു. സറോഗസി ഒരു ഇന്ത്യയിൽ വളരെ വ്യാപകമായിട്ട് പ്രാക്ടീസ് ചെയ്യപ്പെട്ടു. അത് കൊമേഴ്ഷ്യലായി സാമ്പത്തികമായിട്ടുള്ള റിട്ടേൺ കിട്ടിക്കൊണ്ട് തന്നെയായിരുന്നു സറോഗേറ്റ് മദേഴ്സ് ഈ പ്രവൃത്തി ചെയ്യാൻ തയ്യാറായി മുമ്പോട്ട് വന്നിരുന്നത്. അതായത് ലോകത്തിലെ പല രാജ്യത്തു നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് ചൂഷണം ചെയ്ത്, ചിലപ്പം ഈ ഏജൻറ്റ് ഇടനിലക്കാർക്ക് മാത്രമായിരിക്കും പൈസ കിട്ടുന്നത്. ഈ സറോഗേറ്റ് മദേഴ്സിന് യഥാർത്ഥത്തിൽ ഈ പൈസ എത്താതെ പോവുകയും ചെയ്യും. ഇപ്പോൾ എല്ലാ രീതിയിലുള്ള ചൂഷണം സംഭവിക്കാം. മാത്രമല്ല, നമുക്കൊരിക്കലും അങ്ങനെ ഒരു രാജ്യമായിട്ട് അറിയപ്പെടാൻ താല്പര്യവുമില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ലോ കമ്മീഷനിൽ വന്നു. 2008 മുതൽ ഇതിലൊരു നിയമം വേണമെന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു. അതിന് പുറമെയാണ് ഈ ബേബി മാഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസ് വന്നത്. അതായത് ഒരു ജാപ്പനീസ് ദമ്പതികൾ, അവർക്ക് ഒരു സറോഗസി വഴി ഇന്ത്യൻ സ്ത്രീയിലൊരു കുഞ്ഞുണ്ടാവുന്നു. ആ കുഞ്ഞിന് കുറച്ച് ജനിതകമായ വൈകല്യങ്ങളുണ്ടായി. ആ വൈകല്യങ്ങൾ വന്നപ്പോഴത്തേക്ക് ഈ കുഞ്ഞിനെ അവർക്ക് സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ നാഷണാലിറ്റി, ഈ കുഞ്ഞ് ആരുടേതാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും അവകാശങ്ങളെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി ഇല്ലായ്മ വന്നു. ഈ സറോഗസി ആക്ട് പ്രകാരം ഈ സറോഗസി നേടുന്ന കപ്പിളിന് ബയോളജിക്കൽ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ എല്ലാ അവകാശങ്ങളും അവരുടേത് ഈ കുഞ്ഞിന് കിട്ടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി. സർ പറഞ്ഞല്ലോ, ഈ വാണിജ്യ സറോഗസി അത് നിയമപരമായി നിരോധിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്? ഈ സറോഗേറ്റ് അമ്മയ്ക്കുള്ള നിയമപരമായ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഈ നിയമത്തിലേക്ക് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബേബി മാഞ്ചി കേസ് ഒരു വലിയ കാറ്റലിസ്റ്റ് ആയിരുന്നു. ഈ കുഞ്ഞിൻ്റെ അവകാശം എന്താണ്. പിന്നെ അതേപോലെ തന്നെ ബോംബെ ഹൈക്കോടതിയിലൊരു കേസ് ഉണ്ടായിരുന്നു. അതായത് ഒരു സറോഗേറ്റ് മദർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഈ സറോഗസിയായിട്ട് മുമ്പോട്ട് പോകണ്ട, അവർക്ക് ഈ ഗർഭധാരണം ടെർമിനേറ്റ് ചെയ്യണം എന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല പല നിയമപ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് സർക്കാർ തീരുമാനിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് വാണിജ്യപരമായിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ടാകാൻ പാടില്ല. കൊമേഴ്ഷ്യൽ സറോഗസി ബൈ ഓൾ മീൻസ് ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ്. പിന്നെ സറോഗേറ്റ് മദറിന് ഇതിനകത്തുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഇൻഷുറൻസ് പരിരക്ഷ 3 വർഷം മിനിമം 5 ലക്ഷം രൂപ വരെ ഉള്ള കവറേജ് ഇൻക്ലൂഡിങ് ലൈഫ് പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടും. പിന്നെ ബാക്കിയുള്ള മെഡിക്കൽ എക്സ്പെൻസസ് എല്ലാം അതായത് സറോഗസി ചെയ്യാൻ താല്പര്യമായിട്ടുള്ള കപ്പിൾസ് അവർ ഇതിൻ്റെ മെഡിക്കൽ എക്സ്പെൻസസ് എല്ലാം വഹിക്കണം. ഇത് രണ്ടുമാണ് ഇപ്പോൾ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും മിസ്യൂസ് എന്ന് പറയുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഏത് മേഖലയിലാണെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ശിക്ഷാ നടപടികൾ എന്തൊക്കെയാണ്? ഈ നിയമപ്രകാരം വളരെ കടുത്ത ശിക്ഷകളാണ് ഇതിൽ മിസ്യൂസിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഒരു കൊമേഴ്ഷ്യൽ സറോഗസിയിലോട്ട് പോവുകയാണെങ്കിൽ 5 വർഷം വരെ തടവ്, പിന്നെ അതേപോലെ തന്നെ ഫൈനും കിട്ടുന്ന ശിക്ഷയാണ്. അതുപോലെ തന്നെ ഈ ആക്ടിന് അതിൻ്റെ എന്തെങ്കിലും വയലേഷൻസ് നടക്കുകയാണെങ്കിൽ 3 വർഷം വരെയുള്ള ശിക്ഷയും അതിനോടൊപ്പം വരുന്നുണ്ട്. ബെയിലബിൾ അല്ലാത്ത കുറ്റകൃത്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് തന്നെ അത് ഡീൽ ചെയ്യപ്പെടാനുള്ള പ്രൊവിഷൻസ് അതിനകത്തുണ്ട്. നമ്മളിപ്പോൾ ഗർഭധാരണത്തിന് സഹായിക്കുന്ന കാര്യങ്ങൾ പറയും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെഡിക്കൽ ടെർമിനേഷൻ, അതായത് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇന്ത്യൻ നിയമം അതിനെക്കുറിച്ച് പറയുന്നത്? ഗർഭചിത്രം ഒരു ഗുഡ് ഫെയ്ത്തിൽ നടത്തുന്നതാണെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളൊരു ആവശ്യം നേരത്തെ ഉണ്ടായിരുന്നു. നമ്മുടെ പീനൽ കോഡുകളിൽ ഈ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിനെ അപകടം ഉണ്ടാക്കുന്നതിനൊക്കെയുള്ള ശിക്ഷകൾ കൊടുക്കുന്നുണ്ട്. ഒരു സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 വന്നത്. 2021 അത് അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ ഇതനുസരിച്ച് ഗർഭം ധരിച്ച ഒരു സ്ത്രീക്ക് 24 ആഴ്ച വരെ ഗർഭഛിദ്രം നടത്താൻ പറ്റും. അതായത് 20 തൊട്ട് 24 ആഴ്ച വരെയാണെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ഒരു സീരിയസ് അനോമലി ഉണ്ടാവണം, ഒരു ഹാൻഡിക്യാപ്പ് ഉണ്ടാകുന്ന, അതിൻ്റെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ 20 ആഴ്ച വരെയാണെങ്കിൽ യാതൊരു കണ്ടീഷനും ഇല്ല, അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും.
20 തൊട്ട് 24 ആഴ്ച വരെ ആണെങ്കിൽ അമ്മയ്ക്ക് മാനസികമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും എന്നൊക്കെയുള്ള സാഹചര്യങ്ങളിൽ മെഡിക്കൽ ടെർമിനേഷനിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഒരു ശ്രോതാവൊപ്പം ചേരുന്നുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഞാൻ കാസർഗോഡ് നിന്ന് തമ്പാൻ എന്ന് പറഞ്ഞ ഒരാളാണ് വിളിക്കുന്നത്. സംസാരിച്ചോളൂ അഡ്വക്കേറ്റിനോട്. അതായത് എന്റെ സംശയം ഇതാണ്, സാധാരണ ഗർഭചിത്രം നടത്തുന്ന സമയത്ത് അത് എങ്ങനെയാണ് സർ നിയമവിധേയമാണ് അല്ലെങ്കിൽ അത് നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് എന്നാണ് എന്റെ സംശയം. ചോദ്യം വ്യക്തമാണ്. അതിൽ നിയമവിധേയമാണെന്ന് പറയുമ്പോഴത്തേക്ക് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പ്രകാരമുള്ള കാരണങ്ങളാൽ നടത്തുന്ന മെഡിക്കൽ ടെർമിനേഷൻ ആണെങ്കിൽ അത് നിയമവിധേയമാണെന്നും ഈ ആക്ടിൽ പറയുന്നതിന് വിരുദ്ധമായിട്ടുള്ളതാണെങ്കിൽ നിയമവിരുദ്ധമാണെന്നുള്ളതാണ്. താങ്ക് യു. കുട്ടിയുടെ അവകാശമാണോ അമ്മയുടെ അവകാശമാണോ അങ്ങനെ ഈ ഒരു മെഡിക്കൽ ടെർമിനേഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലേ? അങ്ങനെയുള്ള കേസസിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഒരു അൺബോൺ ചൈൽഡിൻ്റെ അവകാശം എന്ന് പറയുന്നത് നമ്മളുടെ പല നിയമങ്ങളിലും ചിലയിടത്തൊക്കെ അതിനെ ഒരു ലീഗൽ പേഴ്സണായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പല ഡെവലപ്മെൻറ്റും ഫുള്ളി ആകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു കപ്പിൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീ തീരുമാനിക്കുന്നത് മെഡിക്കൽ ടെർമിനേഷൻ വേണമെന്നുള്ളത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അത് കോടതികൾക്കും ആസ് എൻ അഡ്വക്കേറ്റ് നമുക്കും എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. 2023 സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് നാഗരത്ന ഒരു ഫൈൻഡിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സ്ത്രീയുടെ ബോഡിലി ഓട്ടോണമിയുടെ കീഴിൽ വരുന്നതാണ് അവരുടെ വയറ്റിൽ വരുന്നൊരു കുഞ്ഞും. ഫീറ്റസിന് പ്രത്യേകമായിട്ടുള്ളൊരു സ്റ്റേ ഇല്ല എന്നുള്ളത്. പക്ഷേ അതൊരു സ്പ്ലിറ്റ് ജഡ്ജ്മെൻ്റ് ആയിരുന്നു. ഒരു സ്ത്രീയുടെ വയറ്റിലായിരിക്കുന്നിടത്തോളം കാലം അത് അവരുടെ ശരീരത്തിന്മേലുള്ള അവരുടെ സ്വന്തം അവകാശം, അതിന് താഴെയായിരിക്കും കുഞ്ഞിൻ്റെ താല്പര്യങ്ങൾ വരുന്നതെന്നുള്ളതാണ് അന്ന് ജഡ്ജ് കണ്ടെത്തിയത്. കോടതികൾ പരിശോധിക്കുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ ടെർമിനേഷൻ നടത്തിയില്ല, ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് സ്ത്രീയെയോ കുഞ്ഞിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയോ അത് വളരെ സാരമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ്. കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ, ക്വാളിറ്റി ഓഫ് ലൈഫിനെ സാരമായിട്ട് ബാധിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണെങ്കിൽ ആക്ട് പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു മെഡിക്കൽ ബോർഡിൻ്റെ മുമ്പിൽ പോയി മെഡിക്കൽ ബോർഡിൻ്റെ ഒപ്പീനിയൻ പ്രകാരം അവർക്ക് പോയി ടെർമിനേറ്റ് ചെയ്യാവുന്നതാണ്. സ്ത്രീയുടെ താല്പര്യം കൊണ്ട് മാത്രം, അതായത് കുഞ്ഞ് ഹെൽത്തിയാണ്, സ്ത്രീക്ക് മെഡിക്കൽ ടെർമിനേഷൻ വേണം എന്നുള്ളതാണ് താല്പര്യമെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം നിയമപരമായിട്ട് സെക്ഷൻ 3(2) പ്രകാരം അതിന് അനുമതി കിട്ടില്ല. കോടതി വഴി ഇങ്ങനൊരു കാര്യം ധരിപ്പിച്ച് കോടതിയുടെ അനുമതിയോടുകൂടി ഇങ്ങനൊരു കാര്യം നടന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ കോടതി ഒരു മെഡിക്കൽ ബോർഡിൻ്റെ അടുത്ത് കൂടും, അതിനകത്തൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ടാവും, അവരുടെ ഒപ്പീനിയൻ വെച്ചിട്ടായിരിക്കും കോടതി അനുവദിക്കുന്നെങ്കിൽ അനുവദിക്കും. കുഞ്ഞിൻ്റെ താല്പര്യമാണെങ്കിൽ ആക്ട് പ്രകാരം ഒരു മെഡിക്കൽ ബോർഡ് ഓൾറെഡി ഉണ്ട്. ഇന്ന് വരെ നമ്മുടെ കേരളത്തിൽ അത് ഫംഗ്ഷനിങ് തുടങ്ങിയിട്ടില്ല. ഇവരും വീണ്ടും കോടതിയിൽ പോയിട്ട് കോടതിയായിട്ട് മെഡിക്കൽ ബോർഡ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. മെഡിക്കൽ ബോർഡിൻ്റെ ഒപ്പീനിയൻ പ്രകാരം ഈ കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്യാനുള്ള അനുമതി കിട്ടും. പൊതുവെ സ്ത്രീകളുടെ കൺസെന്റ് ഈ ഒരു നിയമത്തിന്റെ ഏറ്റവും പ്രാഥമികമായ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും പലരും കോടതിയെ സമീപിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ട്. അതിന് എന്തൊക്കെ നിയമപരമായ സഹായങ്ങളുണ്ട്? ഇവൻ ഒരു ഭർത്താവിൻ്റെ കൺസെൻറ്റ് പോലും ഈ സെക്കൻഡറി ഓർ ലൈക്ക് ഈസ് ഇറലവൻറ്റ് എന്നുള്ള അവസ്ഥയാണ്. സ്ത്രീയുടെ കൺസെൻറ്റ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കതിലേക്ക് വരാം. ഒരു ശ്രോതാവ് ഒപ്പം ചേരുന്നുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ചെമ്പഴന്തിയിൽ നിന്ന് ബിജിയാണ്. സംസാരിച്ചോളൂ. ഇന്നത്തെ സമൂഹത്തില് പഴയകാലം പോലെ അല്ലല്ലോ ഇന്നത്തെ സമൂഹം. അപ്പൊ എനിക്ക് അറിയാനുള്ളത്, അതായത് കൃത്രിമ ഗർഭധാരണം അല്ലെങ്കിൽ ഈ വാടകയ്ക്കൊക്കെ ഇങ്ങനെ ഗർഭധാരണത്തിന് ശേഷം അത് യഥാർത്ഥ അമ്മയ്ക്കും ഈ കുട്ടിക്കും ഭാവിയിൽ കാണാനുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? അതിനുള്ള എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത്? അതുമായുള്ള നിയമ നടപടികൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് എനിക്ക് അറിയേണ്ടത്. നമസ്കാരം മിസസ് ബിജി. ചോദ്യം വ്യക്തമാണ്. അതിൽ എനിക്ക് തോന്നുന്നത് വാടക ഗർഭധാരണം വഹിച്ച മാതാവും ഈ കുഞ്ഞുമായിട്ട് കാണുന്നതിനെ പറ്റിയിട്ടാണ് ചോദ്യം. അതെ, വാടകയ്ക്ക് എടുക്കുമ്പോൾ പിന്നീട് അവർക്ക് യാതൊരു ബന്ധവും ഇല്ലല്ലോ. അതെ അതെ, അതിൽ അനോണിമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്പേം ഡോണർ അല്ലെങ്കിൽ ഒരു ബീജത്തിൻ്റെ ദാതാവോ അല്ലെങ്കിൽ ഒരു അണ്ടത്തിൻ്റെ ദാതാവോ പോലെ തന്നെ ഈ പറയുന്ന സറോഗേറ്റ് മദറും ആക്ട് ചെയ്യണമെന്നുള്ളതാണ്. അവർ പ്രസവിച്ച് കുഞ്ഞിനെ ഇന്ത്യൻ കപ്പിളിനെ ഏൽപ്പിച്ചതിന് ശേഷം പിന്നീട് അവർക്ക് കാര്യമായ റോളില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കാണുന്നത് ചിലപ്പം അനാവശ്യമായിട്ട് ഈ ഒരു കാര്യത്തിന് അപ്സെറ്റ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടായിരിക്കും നിയമം അതിൻ്റെ ഒരു അനോണിമിറ്റി കീപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ഉത്തരം വ്യക്തമാണല്ലോ അല്ലേ? നന്ദി. നമ്മളിപ്പോൾ കോൾ വരുന്നതിന് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നത് സറോഗസിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ്, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ. അത് സാർ ഒന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഈ DMOയുടെ നിന്നുള്ള സർട്ടിഫിക്കറ്റും അതിനുശേഷമുള്ള ബാക്കിയുള്ള കുറച്ച് അഫിഡവിറ്റുകളും ഒരു എഗ്രിമെൻറ്റും
ഇവർ പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പം ഇത് ആളുകൾക്ക് ചെയ്തതിന് ശേഷം അത് ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് നോട്ടറൈസ് ചെയ്യേണ്ട സാധനങ്ങളാണ്. അതിനുശേഷം പിന്നീട് അവസാനമായിട്ടുള്ളത് ഒരു കോടതിയിൽ നിന്ന്, അതായത് ജൂറിസ്ഡിക്ഷണലായിട്ടുള്ള ഒരു മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നിന്ന് ഓർഡർ ഓഫ് പാരൻറ്റേജ് എന്ന് പറയും. അതൊരു ഫോറിൻ കോൺസെപ്റ്റാണ്. ഫോറിൻ കോൺസെപ്റ്റിൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണോ കുഞ്ഞിനെ വേണമെന്ന് ആവശ്യപ്പെടുന്നത്, ഇൻറ്റൻഡിങ് കപ്പിൾ എന്ന് പറയുന്ന ആ ആളുകൾ തന്നെയായിരിക്കും ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ. കുഞ്ഞിന് ഇവരുടെ ഒരു ബയോളജിക്കൽ ചൈൽഡ് എന്നുള്ള രീതിയിലുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടാകും എന്ന് ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അത് കോടതിയിൽ പോയി ഇവർ രണ്ടുപേരും ഒപ്പം സറോഗേറ്റ് മദറും കൂടെ വന്ന് ഒരു ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ചിട്ട് കോടതി മജിസ്ട്രേറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓർഡറാണ് ഓർഡർ ഓഫ് പാരൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലേക്ക് നമുക്ക് വീണ്ടും വരാം. ഒരു ശ്രോതാവ് ഇടയ്ക്ക് ചേരുന്നുണ്ട്. ഹലോ 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 ആകാശവാണിയിലേക്ക് സ്വാഗതം. ഞാൻ സിന്ധു, പത്തനംതിട്ട. നമസ്കാരം സിന്ധു, പറഞ്ഞോളൂ. ഞാൻ ഇത് ചോദിക്കാനാ, എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, ഈ അൺബോൺ ചൈൽഡിന് ഒത്തിരി റൈറ്റ്സ് ഉണ്ടല്ലോ. സെയിം സെക്സ് മാരേജിൽ ഉണ്ടാകുന്ന കുഞ്ഞിന്റെ റൈറ്റ്സ് എങ്ങനെയായിരിക്കും? ഇപ്പം ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോഴത്തേക്ക് ആ കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ ആ കുഞ്ഞിന് ഒരു അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുഞ്ഞിൻ്റെ എന്തെങ്കിലും അവകാശങ്ങളില്ലാതാകുന്നില്ല. കുഞ്ഞിന് ഒരു അച്ഛൻ്റെ സാമീപ്യം ഇല്ലാതാവുന്നുണ്ട്, ഒരു കുറവുണ്ടാവുമായിരിക്കും. അതിൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ എന്തായിട്ട് അവർ അഡ്രസ്സ് ചെയ്യുന്നോ അവർ സന്തോഷമായിട്ട് ആ കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കുന്നു. ആ കുഞ്ഞിന് ഈ പറയുന്ന ഒരു സമാധാനം ഉണ്ടാവും. വളർന്നു വരുമ്പോൾ അത് തിരിച്ചറിയുകയും ചെയ്യും, എൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആരാണെന്ന് പറയുന്ന ആ വ്യക്തികൾ അവരുടെ ജീവിതം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു എന്നുള്ളതും ഈ കുഞ്ഞിന് വേണ്ടി എല്ലാം ചെയ്തു എന്നുള്ളതും അത് നമ്മളെപ്പോലെയുള്ള ആളുകൾ മാനസികമായിട്ട് കണ്ടീഷൻ ചെയ്താൽ എനിക്ക് തോന്നുന്നു അത് ശരിയാവുമായിരിക്കും. ഇതുപോലുള്ള സോഷ്യൽ സ്റ്റിഗ്മ ഈ ഇതുമായി ബന്ധപ്പെട്ട്, ഈ ചികിത്സാ രീതികളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു പാരഡോക്സ് അല്ലേ? ഈ രണ്ടമ്മ രണ്ടച്ഛൻ അങ്ങനെയല്ല, ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ്, ഇത് പ്യോർലി മെഡിക്കൽ തിങ്സ് ആണ് എന്നുള്ളത് ആൾക്കാർക്ക് അങ്ങനെയുള്ള കേസസ് വരാറുണ്ടോ? സറോഗസിയെ സംബന്ധിച്ചിടത്തോളം സെയിം സെക്സ് കപ്പിളിന് അത് അനുവദിക്കുന്നില്ല. അപ്പം അതിന് പറ്റിയിട്ടുള്ളൊരു കേസ് സുപ്രീം കോടതിയിൽ ഓൾറെഡി ഉണ്ട്. കേരള ഹൈക്കോടതിയിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കേസുണ്ട്. ഈ നിയമത്തിനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും അതിങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. 2008 മുതൽ കൺസീവ് ചെയ്തിരിക്കുന്നൊരു നിയമമാണ്. അത് 21-22 അത് പ്രാബല്യത്തിൽ വന്നു. ആ പ്രാബല്യത്തിൽ വന്ന സമയം ചില കാര്യങ്ങൾ, ചില ഐഡിയാസ് ഒരല്പം ഒരു 2 പതിറ്റാണ്ട് പുറകിലെ ഐഡിയാസാണ്. അത് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു സാവകാശം ഉണ്ടാവും. ഇപ്പോൾ സെയിം സെക്സ് കപ്പിളിന് ആസ് ഓഫ് നൗ സറോഗസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവർക്ക് ഉണ്ടായില്ല. അതുപോലെ തന്നെയാണ് ഈ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നതും അല്ലേ? ഈ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പല വെല്ലുവിളികളും ഉണ്ടാവും. പ്രായോഗികമല്ലാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എഗ് ഡോണർ എന്ന് പറയുന്നത് ഒരു ഈ അണ്ടം ദാനം ചെയ്യുന്ന ആൾ, ഊസൈഡ് ഡോണർ എന്ന് പറയും. നമ്മുടെ നാട്ടിലിപ്പം അത്ര കോമൺ അല്ല. ഇപ്പോൾ സ്പേം ഡോണേഴ്സ് പിന്നെയും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും സോഴ്സ് ചെയ്യാനായിട്ട്. പക്ഷേ ഒരു ഊസൈഡ് ഡൊണേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചധികം കോഴ്സസ് ഓഫ് ഇഞ്ചക്ഷനും കുറച്ചധികം സമയവും എഫർട്ടും ഒക്കെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഊസൈഡ് ഡോണറിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അതിനകത്ത് അനോണിമിറ്റി 100% മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്കൊരു ഇൻഷുറൻസ് പരിരക്ഷ എടുത്തു കൊടുക്കണം. അത് എടുത്തു കൊടുക്കേണ്ടത് ഈ ഇൻറ്റൻഡിങ് ആരാണോ ഇത് ഈ എഗ് ആവശ്യമുള്ളത് അവരായിരിക്കും. അവിടെ അവർ തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ നടക്കും. അപ്പം അനോണിമിറ്റി എന്ന് പറയുന്നത് നമുക്ക് പേപ്പറിൽ എഴുതാമെങ്കിലും പ്രാബല്യത്തിൽ അങ്ങനെയല്ല. അപ്പോൾ അതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ളൊരു സിസ്റ്റം ഡെവലപ്പായി വരണം. അതേപോലെ തന്നെ സറോഗേറ്റ് മദറുമായിട്ട് നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണ്. കോടതിയിൽ പോയൊരു സറോഗസി എഗ്രിമെൻറ്റ് ഓർഡർ ഓഫ് പാരൻറ്റേജ് എടുക്കുകയാണ്. അപ്പം അതൊരു പാർട്ട് ഓഫ് പബ്ലിക് റെക്കോർഡാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് അതിനകത്ത് സറോഗേറ്റ് മദറിൻ്റെ അനോണിമിറ്റി എത്രത്തോളം കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളത് ഡിസ്കസ് ചെയ്യാതിരിക്കുക, അതിനെപ്പറ്റി പറയാതിരിക്കുക, ആളുകളൊരു സെൽഫ് റെസ്ട്രെയിൻറ്റ് കാണിക്കുക, ഇതൊക്കെയാണ് നമുക്കിപ്പോൾ തൽക്കാലം ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പോൾ ഇതിൽ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ വാണിജ്യപരമായുള്ള ഒരു ആംഗിൾ നമ്മൾ നിരോധിച്ചിരിക്കെ മറ്റ് പരിരക്ഷ ഇവർക്ക് വേണമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഇൻഷുറൻസ് പരിരക്ഷ. അപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ എടുക്കുമ്പോൾ എന്തൊക്കെ ആണ് ശ്രദ്ധിക്കേണ്ടത്? സറോഗസി നിയമം വന്നതിന് ശേഷം ഇൻഷുറൻസിന് ഇതിന് വേണ്ടിയിട്ട് സറോഗസിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പാക്കേജുകളുണ്ട്. പലപ്പോഴും ആളുകൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ളൊരു മിസ്റ്റേക്കായിട്ട് ഞാൻ കാണുന്നത് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ എടുക്കാതെ ജനറലായിട്ടുള്ള ഇൻഷുറൻസുകൾ എടുക്കും. അതല്ല വേണ്ടത്. കൃത്യമായിട്ട് സറോഗസിക്ക് വേണ്ടിയിട്ടുള്ള സറോഗേറ്റ് മദറിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ അവെയിൽ ചെയ്യുക. ഇപ്പോൾ കേരളത്തിലുള്ള കപ്പിളാണെങ്കിൽ നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ വെബ്സൈറ്റിൽ
ഏതൊക്കെ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളാണ് അക്സെപ്റ്റബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പരിശോധിച്ച് ഇൻഷുറൻസ് പരിരക്ഷകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഒരു ശ്രോത ഇപ്പോൾ കൂടെ ചേരുന്നു. ഹലോ. നമസ്കാരം മാഡം. എന്റെ പേര് രാധ, കാസർഗോഡ് വിദ്യാനഗർ. സംസാരിച്ചോളൂ. ഒരു സിമ്പിളായ സംശയമാണ്, എങ്കിലും ഞാൻ ചോദിക്കുന്നു. സെറോഗേറ്റ് മദറിനെ ഈ കുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞാല് ഒന്ന് കാണണം, ഒന്ന് കാണണം, ഒന്ന് കണ്ടിരിക്കണം എന്നൊരു ആഗ്രഹം ആ കുട്ടിക്ക് ഉണ്ടായാല് അത് സാധിച്ചു കൊടുക്കാനുള്ള ഒരു പരിരക്ഷ ഇപ്പോൾ ഈ നിയമങ്ങൾ ഇങ്ങനെ വീഴ്ച വരുന്നതേ ഉള്ളൂ എന്ന് എനിക്കറിയാം. എങ്കിലും അതും കൂടി ഒന്ന് ഉണ്ടാക്കണം എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. കാരണം ഈ ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ സീക്രസി മെയിന്റനൻസ് ഈ പ്രായപൂർത്തിയാവുന്നവരെ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് ആഗ്രഹം വന്നാല് ഒന്ന് കാണാനുള്ള ഒരു അവകാശം ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്റെ ഒരു റിക്വസ്റ്റ്. ഇത് സാധിക്കുമോ അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. നല്ലൊരു ചോദ്യമാണ്. പക്ഷേ ഇതിലിപ്പം ഒരു നിയമം പറയുന്നത് അതിന് നേരെ എതിരാണ്. ആ സറോഗേറ്റ് മദർ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു തൽക്കാലം ഒരു ടാങ്ക്ലെസ് ജോബാണ് ഈ ചെയ്യുന്നത്. പക്ഷേ അവർക്ക് ഈ പറയുന്നത് പോലെ കുഞ്ഞിനെ കാണുന്ന ഒരു മൊമെൻറ്റിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു ഇക്വേഷൻസ് ഇല്ലേ, അതായത് ഈ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഇന്നാരാണെന്ന് പറഞ്ഞ് നമ്മൾ ആ കുഞ്ഞിനെ ശീലിപ്പിച്ചിരിക്കുന്ന ആ ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് അപ്സെറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിയമം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാതിരിക്കുന്നത്. ഒരുപക്ഷെ ആ മാതാപിതാക്കൾ ഇങ്ങനെ നീ സറോഗസി വഴിയാണ് ഉണ്ടായതെന്ന് ആ കുഞ്ഞിൻ്റെ അടുത്ത് പറയുകയും ആ കുഞ്ഞിന് കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും അതിന് ഈ മാതാപിതാക്കൾ സമ്മതിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കുഞ്ഞൊന്ന് അന്വേഷിച്ചാലോ ചിലപ്പോൾ ഇത് കണ്ടെത്താൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് സംസാരിച്ചിരുന്ന കാര്യം. സറോഗേറ്റ് അമ്മയാവാൻ വേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണ്, യോഗ്യതകൾ എന്തൊക്കെയാണ് ലീഗലി? പ്രായപരിധിയുണ്ട്. പ്രായപരിധി എന്ന് പറയുമ്പോഴത്തേക്ക് 35 വയസ്സിൽ താഴെ ആയിരിക്കണം. പിന്നെ മറ്റുള്ള 2 കാര്യങ്ങളും കൂടെയുണ്ട്. ഒന്ന്, ഇവർ വൺസ് മാരീഡ് വുമൺ ആയിരിക്കണം, ഒരിക്കലെങ്കിലും വിവാഹം കഴിച്ചിട്ടുണ്ടാവണം. 2, ഇവർക്ക് ഒരു കുട്ടിയെങ്കിലും ഉണ്ടായിരിക്കണം, സർവൈവിംഗ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ഉണ്ടാവണം. പിന്നെ മറ്റൊരു അഡീഷണൽ കണ്ടീഷനും കൊണ്ട് ഇവരൊരിക്കലും സറോഗേറ്റ് മദറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടാവരുത്. അതായത് ഒരാൾക്ക് ഒരിക്കലേ ഒരു സറോഗേറ്റ് മദറാകാൻ കഴിയുള്ളൂ. ഇപ്പം വന്ധ്യത കൂടുന്ന ഒരു അവസരമാണ്. പക്ഷെ എന്നാലും ഈ ഒരു കൺസെപ്റ്റിന് അധികം സ്വീകാര്യതയോ ഒന്നും, അല്ലെങ്കിൽ സോഷ്യലി നമ്മൾ എത്രത്തോളം ഇതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതൊക്കെ വേറൊരു ഡിഫറെൻറ്റ് ഡിസ്കഷനാണ്. അപ്പോൾ കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട ലീഗൽ കേസുകളിൽ വന്ന ട്രെൻഡുകൾ എങ്ങനെയാണ്? IVF എന്ന് പറയുന്നത് നല്ല അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എല്ലാം നമ്മൾ എംബ്രേസ് ചെയ്തൊരു കാര്യമാണ്. നമ്മൾ ഒരുപാട് പേര് അത് അവെയിൽ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഗുണഭോക്താക്കളാവുന്നുണ്ട്. സറോഗസിയെ സംബന്ധിച്ചിടത്തോളം അതിന് 2 ഇതുണ്ട്. ഇപ്പം നമ്മുടെ 2 ശ്രോതാക്കൾ ചോദിച്ചതുപോലെ ഈ സറോഗേറ്റ് മദറുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ കുഞ്ഞെന്തോ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റൊരാളുടേതാണെന്നുള്ള ഒരു ചിന്ത ആളുകൾക്കുണ്ട്. 2, ഈ പറയുന്ന സറോഗസി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു യാത്രയാണ്. അത് ഇപ്പം ഒരാൾ സ്വന്തം ശരീരത്തിൽ നടത്തുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പോലെയല്ല, മറ്റൊരാളുടെ ശരീരത്തിൽ മറ്റൊരാളുടെ സമ്മതത്തോടു കൂടി എടുക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് കുറച്ച് ബൈ ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് കോംപ്ലിക്കേറ്റഡ്. നിയമപരമായിട്ടുള്ള കുറച്ചധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട് സറോഗസിക്ക്. സറോഗേറ്റ് മദർ എന്ന് പറയുന്നത് ഒരു കാശ് ആഗ്രഹിക്കാതെ വരുന്ന അൾട്രൂയിസ്റ്റിക് ആയിട്ട് ഇതിന് മുന്നോട്ട് വരുന്ന ഒരു സ്ത്രീ ആയിരിക്കണം. ആ സ്ത്രീക്ക് 35 വയസ്സിൽ താഴെ പ്രായം ഉണ്ടാവണം, ഒരിക്കൽ വിവാഹം കഴിച്ചവരായിരിക്കണം, കുട്ടികളുണ്ടാവണം, മുമ്പ് സറോഗേറ്റ് മദർ ആയവരാവരുത്. ഇപ്പം ഇത്രയധികം കണ്ടീഷൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ഫിൽട്ടർ ചെയ്ത് വളരെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈ സറോഗസിക്കായിട്ട് മുമ്പോട്ട് വരികയുള്ളൂ. ഈ പറയുന്ന കുറച്ചധികം റെസ്ട്രിക്ഷൻസും നൂലാമലകളും ഒക്കെ ഉണ്ട്. കമ്പയർഡ് ടു IVF വളരെ 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 ഒരു ന്യൂനപക്ഷമാണ് സറോഗസിയിലേക്ക് വരുന്നത്. ഇപ്പം ഇന്ത്യൻ ലോസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആണ് ഈ ഒരു ഇതിൽ. എന്തൊക്കെയാണ് ഡിഫറൻസസ് ഇൻ്റർനാഷണൽ ലോസ് വെച്ച് നോക്കുമ്പോൾ? ഇൻ്റർനാഷണൽ ലോസുമായിട്ട് വരുമ്പോഴത്തേക്ക് മെയിനായിട്ടുള്ളൊരിത് ഈ പ്രായപരിധി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മളധികം വേറെ രാജ്യങ്ങളിൽ കാണാറില്ല. അവിടെ ഇത് വേറെ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇൻഷുറൻസ് പരിരക്ഷ ഇന്ന പ്രായത്തിൽ താഴെയുള്ള ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ, അതിനപ്പുറമുള്ള ആളുകൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ ദേ ആർ ഓൺ എന്നുള്ള ഒരു രീതിയിൽ വരും. അങ്ങനൊരു കാര്യം മാത്രമായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഈ ബാക്കി ഇൻ്റർനാഷണൽ സ്ഫിയേഴ്സുമായിട്ട് അത്ര, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സർക്കിൾസുമായിട്ട് അത്ര ഇതല്ലാത്തത്. പിന്നെ മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് സറോഗസി എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റും. സിംഗിൾ വുമൻ്റെ കാര്യം ചോദിച്ചില്ലേ, അത് ഒരു ഡിവോഴ്സിയോ അല്ലെങ്കിൽ ഒരു വിഡോയായിട്ടുള്ള ഒരു സ്ത്രീക്ക് സറോഗസിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. അൺമാരീഡ് ആയിട്ടുള്ളൊരു സ്ത്രീക്ക് സറോഗസിയുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാർഗം തീരെ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് സ്ത്രീക്ക് മാത്രമാണ്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സെയിം സെക്സ് കപ്പിൾസിന് പല ആനുകൂല്യങ്ങളും അവൈലബിൾ അല്ല.
അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ നമ്മൾ ഇൻ്റർനാഷണൽ ലോയുമായിട്ടൊരു പാരിറ്റിയിൽ വരണം. മറ്റ് ചില കാര്യങ്ങൾ, അതായത് ഈ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നത്, സറോഗസി കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നത് മിക്കവാറും ഉള്ള ഡെവലപ്ഡ് രാജ്യങ്ങളെല്ലാം ഓൾറെഡി നിരോധിച്ചിട്ടുണ്ട്. നമ്മളും ഇപ്പോൾ ആ പാതയിലാണ്. നമ്മൾ ഈ എത്രത്തോളം ലീഗൽ പ്രൊട്ടക്ഷൻസ് അല്ലെങ്കിൽ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഇതിനകത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലും മാൽ പ്രാക്ടീസസിന് വേണ്ടി അതിനുവേണ്ടി ലീഗലി കോംപ്രമൈസ്ഡ് ആകാൻ ദമ്പതികൾ പോലും മുന്നോട്ട് വരും. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ജനറൽ മാൽ പ്രാക്ടീസസ് ഈ മേഖലയിൽ നടക്കുന്നത് പൊതുവായി? കേരളത്തിൽ ഇപ്പോൾ പ്രോമിനൻ്റ് ആയിട്ട് ഒരു സംഭവം ഉണ്ടായി. ഇപ്പോഴും അത് ഹൈക്കോടതിയിൽ പരിഗണനയിലിരിക്കുന്നൊരു സംഭവമാണ്. അത് എറണാകുളത്തുള്ളൊരു ഈ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ബാങ്ക് എന്ന് പറയും. അണ്ടം, ബീജം എന്നിവയൊക്കെ ശേഖരിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ക്ലിനിക്കുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ലീഗലി ഉള്ളൊരു ഇൻ്റർമീഡിയറിയാണ് ഈ ART ബാങ്കുകൾ എന്ന് പറയുന്നത്. മാത്രമല്ല അവിടെ ആയിരിക്കും അത് സ്റ്റോർ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ളൊരു സ്ഥലത്ത് നടന്ന ഒരു സംഭവം കുറച്ചധികം വാർത്ത കുറച്ച് നാൾ മുമ്പ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. കോടതി ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വേണമെന്നും ഈ തരത്തിലുള്ള എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്നും ഒക്കെ പറഞ്ഞ് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. മെഡിക്കൽ ടെർമിനേഷനിൽ വരുമ്പോൾ ആശുപത്രികൾ കീപ്പ് ചെയ്യേണ്ട നിയമങ്ങളും അതുപോലെ തന്നെ ഒരു വ്യക്തി അതിലേക്ക് പോകുമ്പോൾ കീപ്പ് ചെയ്യേണ്ട നിയമങ്ങളും എന്തൊക്കെയാണ്? റേപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സെക്ഷുവൽ പ്രഗ്നൻസി ആണെങ്കിൽ പുറത്ത് വരുന്ന ഫീറ്റസിനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ഈ DNA അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു MTP ആക്ട് പ്രകാരമുള്ള ഒരു റെക്കഗ്നിഷൻ ആ ഹോസ്പിറ്റലിന് വേണം. അങ്ങനെയുള്ള ആശുപത്രികൾക്ക് മാത്രമേ ഒരു പ്രൊസീജിയർ നടത്താൻ പറ്റുള്ളൂ. വേറെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം ലിമിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് വീക്ക്ലി ലിമിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 20 വീക്സ് ആണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ മാത്രം നിർദ്ദേശം മതി. 20 to 24 വീക്സ് ആണെങ്കിൽ 2 ഡോക്ടർമാരുടെ ഒപ്പീനിയൻ പ്രകാരം ഇവർക്ക് ഇങ്ങനെ മെഡിക്കൽ ടെർമിനേഷൻ ആവശ്യമാണ്. ഇനി അതിനപ്പുറത്തേക്കുള്ളതാണെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം അങ്ങനെ ഒരു പ്രൊസീജിയറിലേക്ക് പോകുന്നത്. IVF-നെ പറ്റി എല്ലാവർക്കും അറിയാം എങ്കിലും നമ്മൾ എന്തൊക്കെയാണ് പ്രാഥമികമായി സമൂഹത്തോട് പറയേണ്ടത്? ഒരുപാട് ആളുകൾ അഫക്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പ്രായപരിധിയാണ്. ഇപ്പോൾ ഈ നിയമം വന്നിട്ട് ഏകദേശം ഒരു 2021 എന്ന് പറയുമ്പം 21 ഡിസംബറാണ്. അപ്പം 22 മുതൽ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 4-ാം വർഷത്തിലേക്ക് കിടക്കുന്നു. എല്ലാവരും മനസ്സിലാക്കേണ്ടതും ആദ്യം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ട്രീറ്റ്മെൻറ്റുകൾക്ക് ഒരു പ്രായപരിധിയുണ്ട്. സ്ത്രീകൾക്ക് 50 വയസ്സും പുരുഷന്മാർക്ക് 55 വയസ്സുമാണ് അതിനകത്തുള്ള അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. കഴിയുന്നതും ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാൻ നോക്കുക. ഇത് ഇന്നതാണ് ഒരു ഡെഡ് ലൈൻ എന്നുള്ളത് മനസ്സിലാക്കി തന്നെ പോവുക. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടും പിന്നെ പേഴ്സണലായിട്ടും ഒക്കെ ഉള്ള ഒരുപാട് റീസൺസ് ഉണ്ടാകും ആളുകൾക്ക് ഇത് ട്രീറ്റ്മെൻറ്റ് ഡിലേ ചെയ്യാനായിട്ട്. ഈ ഒരു ക്ലോക്ക് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ടിക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് 50 ഇയേഴ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ 55 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമെന്നുള്ളത്. പെട്ടെന്നൊരു നിയമം വന്ന ആ ഒരു സാഹചര്യത്തിൽ കോടതി കുറേ ആളുകൾക്ക് അതിന് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു അനുമതി കൊടുക്കുകയും കേന്ദ്രത്തോട് ഇത് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. പിന്നീട് അത് അപ്പീൽ വന്നപ്പോഴത്തേക്ക് ആ ഒരു വിധി റദ്ദ് ചെയ്യപ്പെട്ടു. ചെറിയ എക്സെപ്ഷൻസ്, അതായത് ഇപ്പം ഈ പറഞ്ഞ 2 ഡോണർ സ്പേമാണ് യൂസ് ചെയ്യുന്നത്, എന്നാൽ ഒരാൾക്ക് ഭാര്യയ്ക്ക് പ്രായപരിധിയിൽ താഴെയാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരും. ചിലപ്പോൾ നമ്മൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ആശ്വാസമായിട്ട് സുപ്രീം കോടതി ഉൾപ്പെടെ ചില വിധികൾ പുറപ്പെടുവിച്ചെന്ന് വരാം. ഏറ്റവും റീസെൻ്റായിട്ട് സുപ്രീം കോടതി കഴിഞ്ഞ വർഷം പുറപ്പെടുവിച്ചൊരു വിധിയുണ്ടായിരുന്നു. ഈ നിയമം വരുന്നതിന് മുമ്പായിട്ട് തന്നെ സറോഗസി പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാമെന്നും അതിന് ഏജ് ലിമിറ്റ് ഒരു ബാധകമല്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2021 നിയമം വരുന്നതിന് മുമ്പായിട്ട് എംബ്രിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആളുകൾക്ക് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഏകദേശം 58 വയസ്സുള്ള ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ളൊരു കപ്പിൾ അവർക്കുമൊക്കെ അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കോടതികൾ വഴി ഇപ്പോഴും ആളുകൾക്ക് അനുമതികൾ കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു ലിമിറ്റ് വളരെ കുറവാണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണ്. എന്നാൽ പോലും ആ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച അഡ്വക്കേറ്റ് ആകാശ് സത്യാനന്ദനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു. വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി. IVF, സറഗസി, ഗർഭചിത്രം തുടങ്ങി ഗർഭധാരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകൻ ആകാശ് സത്യാനന്ദൻ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്. അതിഥിയോട് സംസാരിച്ചത് റൂബി ബാബു.